ഒരു മെനയില്ലാത്ത അപ്പൂപ്പൻ. അതാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് ഞാൻ കൊടുത്തിട്ടുള്ള പേര്. സംഭവം വേറെ നല്ലൊരു സാന്റാക്ലോസിന് ഉണ്ടാക്കിയായിരുന്നു. പക്ഷേ സംഭവം ഉണ്ടാക്കി വന്നപ്പോൾ ഒരു മെന ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു റെഡ് കളർ പേപ്പർ എടുക്കുക, എന്നിട്ട് അതിലൊരു ക്വാർട്ടർ സർക്കിൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനത്തെ ഒരു വലിയ സർക്കിളും വേണം, ഒരു വലിയ ക്വാർട്ടർ സർക്കിളും വേണം, ഒരു രണ്ടെണ്ണം ചെറിയ ക്വാർട്ടർ സർക്കിളും വേണം. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഗമ്മ് തേച്ചിട്ട് നമ്മളതൊരു കോൺ ഷേപ്പിലേക്ക് ഒന്ന് മടക്കി ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞി സർക്കിളും കൂടെ നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്തായിട്ട് ചെയ്യുന്നത് ഒരു പേപ്പർ സ്ട്രിപ്പ് എടുക്കുക. വൈറ്റ് കളറിലെ പേപ്പർ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതിൻ്റെ ബോർഡറിലൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ആ കൈകളിലേക്കും നമ്മൾ അതുപോലെ ഒട്ടിച്ചെടുക്കണം. അതുപോലെ തന്നെ ചെറിയ കോണിൻ്റെ മുകളിലും നമ്മളത് ബോർഡർ പോലെ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ഈ വലിയ കോണിൻ്റെ മുകളിൽ ടോപ്പ് സൈഡിലും കൂടെ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹാറ്റിൻ്റെ ഭാഗമാണ് കേട്ടോ. എന്നിട്ട് ഈ രണ്ട് ചെറിയ കോൺസും കൂടെ ഈ വലിയ കോണിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതുപോലൊരു ക്രിസൻറ്റ് മൂൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മൾ അപ്പൂപ്പനുള്ള താടിയാണ്. അതേപോലെ വേറൊരു പേപ്പർ എടുത്തിട്ട് അതിലൊരു സ്കിൻ കളർ പെയിൻറ്റ് കൊടുത്തിട്ട് നമ്മൾ ഈ ക്രിസൻറ്റ് മൂൺ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള പീസ് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് അതൊരു ഫേസും ഒരു താടിൻ്റെ ഭാഗമാണ് കേട്ടോ. അതും കൂടെ നമ്മൾ ഈ കോണിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു മീശ മാറിപ്പോയതാട്ടോ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് സെൻറ്റർ ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു മീശൻ്റെ ഷേപ്പിൽ ഞാൻ കണ്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നമുക്ക് നമ്മുടെ ഈ അപ്പൂപ്പൻ്റെ മുഖത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ണും വേണം, മൂക്കും വേണം. ഓക്കെ, അപ്പൂപ്പൻ്റെ വായ കാണാത്തതിനെ കൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം മൂക്കിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് റെയിൻ സ്റ്റോൺ ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കളർ എടുത്തിട്ട് അവിടെ വരച്ചു കൊടുത്താലും മതി. ഇനി രണ്ട് കണ്ണും കൂടെ ഞാൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് സ്കെച്ച് എടുത്തിട്ട് രണ്ട് കണ്ണും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ആയപ്പോൾ നമ്മുടെ അപ്പൂപ്പൻ്റെ ഫേസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ അപ്പൂപ്പനൊന്നും കൂടെ ഒന്ന് മൊഞ്ചാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു 3 പോം ബോൾസും കൂടെ വേണം. എന്നിട്ട് ഈ പോം ബോൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഹാറ്റിൻ്റെ മുകളിലേക്കും അതേപോലെ ആ കൈയിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടേക്കും കൂടെ നമ്മളൊന്ന് ആ ബോൾസ് ഒട്ടിച്ച് കൊടുത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പൂപ്പൻ സെറ്റായിട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അപ്പൂപ്പന് ബട്ടൺ വെച്ചിട്ടില്ല എന്നുള്ളത് ഓർമ്മയത്. അതും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ അപ്പൂപ്പൻ മെനയായോ ഇല്ലെന്നുള്ളതൊന്നും പറയണേ.